ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നും നല്ല പെരുമഴ തന്നെയാണ്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങി കാണിക്കുകയാണ്. രാവിലെ നമ്മൾ കറി വെച്ചത് പരിപ്പും ചക്കക്കുരും അതുപോലെ തന്നെ മാങ്ങാപ്പെരട്ടും ആയിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങാപ്പെരട്ടൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അന്ന് വേനൽക്കാലത്ത് ഞാൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ. മാങ്ങ പൂളി എടുത്തിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാചകം ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ സമയം ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുതിർത്തതിന് ശേഷം നമ്മൾ കറി വയ്ക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ട് വഴറ്റി മല്ലിപ്പൊടി മുളക് പൊടി ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ചേമ്പിൻ താളും നമ്മളൊരു ഉപ്പേരി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉള്ള നല്ല തനി നാടൻ കറികളാണ് കേട്ടോ. കർക്കിടകം 7 കഴിയാതെ നമ്മൾ മീനൊന്നും വാങ്ങില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ ഇത്തിരി കഷ്ടമാണ്. നമ്മുടെ കോഴിമക്കളിൽ ആരെങ്കിലും മുട്ടയിട്ടാലൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കി മൗഗ്ലിക്കുട്ടന് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ പുഴുങ്ങിയതാണെങ്കിലും മൗഗ്ലിക്കുട്ടന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാരും കർക്കിടകം 7 വരെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം വീട് പായമ്മലാണല്ലോ. പായമ്മലാണെങ്കിൽ നാലമ്പല ക്ഷേത്ര ദർശനമായിട്ട് നല്ല തിക്കും തിരക്കൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ വെജായിരിക്കും കേട്ടോ. അവിടെ അങ്ങനെ മീൻകാരനോ അങ്ങനെയൊന്നും ഈ ഒരു സമയത്ത് വരില്ല. കാരണം ആരും തന്നെ വാങ്ങില്ല കേട്ടോ. എല്ലാവരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു ജോലികളിലും അതുപോലെ തന്നെ തിക്കിലും തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ കോട്ടിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മഴയുള്ളത് കൊണ്ട് മൗഗ്ലിക്കുട്ടനും ഞാനൊക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നോക്കിയിരിപ്പാണ് കേട്ടോ. രമേശ് ചേട്ടൻ തന്നെ ഗേറ്റ് തുറക്കും, തന്നെ ഗേറ്റ് അടയ്ക്കും, എന്നിട്ടാണ് പോവാറ് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്ക് ഭയങ്കര വിഷമമാണ് ഈ ഒരു സമയത്ത്. മൗഗ്ലി നല്ല കരച്ചിലാണ്. കാരണം അവന് ആ ഓപ്പോസിറ്റ് പറമ്പിലൊക്കെ ഒന്ന് പോകുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ കോവയ്ക്കാപ്പന്തലിൽ നോക്കിയപ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് ഇലകൾ ഇങ്ങനെ ചീഞ്ഞ് അഴുകിയൊക്കെ നിൽക്കുന്നു കേട്ടോ. എന്തൊക്കെയോ തിന്ന പോലെയും തോന്നുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും എന്തെങ്കിലും കേട് പിടിച്ചോന്നൊന്നും അറിയില്ല. ഈ മഴ സമയത്ത് എന്തെങ്കിലും കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ. നമുക്ക് എന്തെങ്കിലും പച്ചമരുന്നുകളൊക്കെ തെളിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ മഴയൊക്കെ നിന്നൊരു നേരിയ വെയിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വെളിച്ചം കണ്ടപ്പോഴേക്കും മൗഗ്ലിക്കുട്ടൻ ഷീറ്റിൻ്റെ മുകളിലൊക്കെ കയറി കിടന്നങ്ങിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ പഴയ 2-3 ചട്ടികളൊക്കെ ഈ ചേമ്പിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചെടി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചട്ടിയിലും കൂടി വെക്കാം. അപ്പോൾ ഇതാണെങ്കിൽ ഒരു കുഞ്ഞു ചട്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച വലിയ ചട്ടിയിലേക്ക് ഈ പ്ലാന്റ്സ് അങ്ങോട്ട് പറിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് 3 ചട്ടി ഇതേ ചെടി തന്നെയാവുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. വലിയ മഴകൾ പെയ്തിട്ട് കിട്ടുന്ന ചെറിയൊരു ഇടവേളയിലാണ് കേട്ടോ നമുക്ക് മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ചെടികളുടെ ഇടയിൽ നടക്കാനായാലും പുതിയ ചെടി വെക്കാനായിട്ടായാലും ഒരു 10 മിനിറ്റൊക്കെ ഗ്യാപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വേഗം ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പ്ലാന്റ് മാറ്റി അങ്ങോട്ട് നടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ചട്ടികളാണെങ്കിലും എല്ലാം ഞാൻ ഈ ഒരു സമയത്ത് എടുത്തും കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അതൊക്കെ മേക്ക് ഓവർ ചെയ്ത് വെക്കാമെന്ന് ഇങ്ങോട്ട് കരുതും കേട്ടോ. ഇതിലൊക്കെ 10 മണി നമ്മളിതുപോലെ നട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് മറ്റൊന്നിലേക്ക് നമുക്ക് മാറ്റാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. കാരണം മറ്റേത് ചെറുതാണ്, അപ്പോൾ ഒപ്പത്തിന് അങ്ങോട്ട് നിൽക്കില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മൗഗ്ലിക്കുട്ടൻ കേട്ടോ. അപ്പോൾ അവനാണെങ്കിലും മണ്ണിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞിങ്ങനെ കിടക്കാണല്ലോ. പൂച്ചകൾക്ക് പൊതുവേ വെള്ളം ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അവർ വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെയല്ലേ ചവിട്ടി നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും ഇതിൽ അവനാണ് ആദ്യം ഓടിപ്പോവുക. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ മഴ പെയ്യാതെ ഒന്ന് തെളിഞ്ഞ് നിന്നെങ്കിൽ മൗഗ്ലിക്കും ഒന്ന് പുറത്തിറങ്ങിയൊക്കെ നടക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്ലാന്റ്സൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരുകൾക്കൊന്നും ഒന്നും പറ്റില്ല. കാരണം അങ്ങനെ തന്നെ മണ്ണോട് കൂടി ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു വലിയ ചെടിച്ചട്ടിയിലേക്ക് നമുക്കത് അങ്ങോട്ട് നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുഴി അങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി പറിച്ച് വെച്ചതാണെന്ന് പോലും അറിയില്ല, അതുപോലെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ മഴ സമയത്ത് നമ്മൾ ചെടികൾ ഒടിച്ചു കുത്തേ അല്ലെങ്കിൽ ഇതുപോലെ മാറ്റി നടയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം
സമയമാണല്ലോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ചെടികളൊക്കെ പിടിക്കും. അപ്പോൾ മൗഗ്ലിക്കുട്ടൻ എന്താ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഒന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ആകെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്നും അവന് കിട്ടിയെങ്കിൽ ഭാഗ്യം. അത്രയും സമയമൊക്കെയാണ് അവനും ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി നമ്മളിതാ നല്ല രീതിക്ക് തന്നെ അതിൽ വെച്ച് അമർത്തിയും കഴിഞ്ഞ് കുറച്ച് മണ്ണ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് അങ്ങോട്ട് നിന്നോളും. ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഒരേപോലത്തെ ചെടികൾ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെയാണ് കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും നട്ടാൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വെട്ടി വൃത്തിയാക്കി നിർത്താൻ വേണ്ടി മാത്രമാണ്. ഒരുപോലെ ഒരേ പൊക്കത്തിൽ നമ്മൾ വെട്ടി അങ്ങോട്ട് നിർത്തിയാൽ മതി. അല്ലാതെ പ്രത്യേക പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് ഒടിച്ച് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെടികൾ നമുക്ക് അധികം പ്രയാസമില്ലാതെ ആയാസമില്ലാതെ ഒക്കെ വെക്കാനായിട്ട്, ചെടികൾ കുഴിച്ചിട്ട് വെക്കാനായിട്ട് ഇതുപോലെയൊക്കെയുള്ള ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡൻ തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലേശ സമയമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കിട്ടുന്നുള്ളൂ. വേനൽക്കാലമാണെങ്കിൽ നമുക്ക് കുറേ സമയം കിട്ടുമല്ലോ. നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും അതുപോലെ തന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഒരു അരമണിക്കൂർ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഗാർഡനും അതുപോലെ തന്നെ നല്ല പച്ചക്കറി തൈകളൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി തൈകളും പല തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെരുമഴ പെയ്തും കഴിഞ്ഞ് അതൊക്കെ ചീഞ്ഞ് പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ മുത്തും ചിഞ്ചും കൂടി അഷ്ടമിച്ചിറക്കി പോയതാണ് കേട്ടോ. അപ്പോൾ അവർ പറയണേ ഇപ്പോഴാണ് കുടയൊന്നും നിവർത്തേണ്ടതായിട്ട് വന്നുള്ളൂ, ഭാഗ്യത്തിന് അങ്ങനെ മഴ സമയത്തൊക്കെ ഞങ്ങൾ ബസ്സിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. മഴയത്താണെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അല്ലേ. കഴിയുന്നത് നമുക്ക് വീടിനുള്ളിൽ തന്നെ ഇരിക്കാനായിട്ടാണ് കൂടുതലും തോന്നുള്ളൂ. നല്ല മഴ പെയ്തപ്പോഴേക്കും ഭയങ്കര തണുപ്പായില്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങാനായിട്ട് തോന്നുന്ന ആ ഒരു അവസ്ഥ അതുപോലെയാണ് തോന്നുന്നത്. അത്രത്തോളം തണുപ്പാണ് ആയേക്കണേ കേട്ടോ. അങ്ങനെ ആ ചെടിയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും നല്ല മഴക്കാരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ വരില്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ വേഗം കോഴിമക്കളെയൊക്കെ അങ്ങോട്ട് തുറന്നങ്ങോട്ട് വിട്ടുവിട്ടാ. പിന്നെ നോക്കുമ്പോഴേക്കും നല്ല കാറ്റും കോളും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ ടി വിയിലാണെങ്കിൽ ഒരുപാട് വാർത്തകളാണല്ലേ മഴ സംബന്ധിച്ചുള്ളത്. ഓരോ മരണങ്ങൾ, മരം വീണും അല്ലെങ്കിൽ വെള്ളത്തിൽ പോയും അങ്ങനത്തെ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണല്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം ഈ മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യാനും പുറത്തു പോകാനും ഒക്കെ. ടി വിയിൽ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക, മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെ അകലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ. മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. അപ്പോൾ മഴയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വേനൽക്കാലത്ത് കിണറൊക്കെ വറ്റി ഒരുപാട് നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് മഴയൊക്കെ ഇഷ്ടമാണെങ്കിലും നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അതുപോലെ തന്നെ വെള്ളം വല്ലാതെ കൂടുന്നതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ കോഴിമക്കളെ അയച്ചു വിട്ടെങ്കിലും ഇവർക്ക് എല്ലാ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തൊന്നും പോയി കഴിഞ്ഞിട്ട് കളിച്ച് നടക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചായ കുടിക്കുന്ന സമയമായപ്പോൾ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചായയും കൂടി കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റിനാണെങ്കിൽ കടും മധുരമാണല്ലോ. നമ്മുടെ 50-50 ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ 3-4 എണ്ണമല്ല ഒരു പാക്കറ്റ് വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റൂ കേട്ടോ. പക്ഷേ ഓറിയോ ഒക്കെ ഒരെണ്ണമാണ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പോലെ തന്നെയാണ് മൗഗ്ലിക്കുട്ടനും. അവനാണെങ്കിൽ ഒരു കഷ്ണം പോലും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ. അത് ഇട്ട് കൊടുത്താൽ ഒട്ടും കഴിക്കില്ല. എന്നാൽ ഞാനൊന്ന് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ 50-50 ബിസ്ക്കറ്റ് തന്നെ എടുത്തും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. മക്കളാണെങ്കിൽ നല്ല ചൂടുള്ള ന്യൂഡിൽസാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി ചെറുപയർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തും കഴിഞ്ഞ് വെള്ളത്തിലിട്ടും കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂറൊക്കെ മതിയാവുമായിരിക്കും. അതിന് ശേഷം നമ്മൾ വെള്ളം മാറ്റി വെച്ചും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് നല്ല പോലെ മുളച്ച് കിട്ടും. അപ്പോൾ ചെറുപയർ തോരൻ വയ്ക്കാനായിട്ട് നല്ല മുള വന്ന ചെറുപയർ തോരൻ വയ്ക്കുന്നത് വളരെ പോഷക സമ്പുഷ്ടമാണ്, നല്ലതുമാണ് കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചും കഴിഞ്ഞിട്ട് അതൊക്കെ വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടും കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചുവാണ് ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചുവിന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണം കേട്ടോ. അതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
കോഴിമക്കളാണെങ്കിൽ ഒന്ന് മഴ നിൽക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞ് ഒന്ന് നടക്കാനൊക്കെ പറ്റുന്നത്. ഈ തൂവലൊക്കെ കൊത്തി ഇങ്ങനെ നല്ല ഭംഗിയാക്കിക്കൊണ്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കൊള്ളാതെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരിങ്ങനെ നിൽക്കുന്ന ആ സ്ഥലത്ത് എവിടെയാണോ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഞാൻ കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കാറ്റൊക്കെ വീശുമ്പോൾ കൂടിൻ്റെ ഉള്ളിലിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തിറങ്ങി നിൽക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണുമ്പോഴേക്കും കാറ്റും മഴയും വരുന്ന കാണുമ്പോഴേക്കും വേഗം ഞാൻ അങ്ങോട്ട് തുറന്നു വിടുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും രമേശ് ചേട്ടൻ വന്നു. അപ്പോൾ മൗഗ്ലിക്കുട്ടൻ നോക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയ കാറിൻ്റെ ചൂട്ടിൽ നിന്ന് വന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സന്ധ്യാസമയമായപ്പോൾ ഇതാ കോഴിമക്കളൊക്കെ കോഴിക്കൂട്ടിൽ കയറിയിട്ടാ. പക്ഷെ അല്ലി ഇതാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരാളാണെങ്കിൽ കോഴിക്കൂടിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത് കേട്ടാ. അപ്പോൾ അല്ലിയുടെ വയറ് ഫുള്ളാവാതെ അല്ലി കയറിയില്ല. ഇനി ആ ഒരു കോഴിയും കൂടി കയറണം. അതിന് ശേഷം കോഴിക്കൂട് അടച്ച് ഇടണം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.